الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم بنفس أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري ക്രിസ്തുത സഹോദരന്മാരെ സഹോദരികളെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഞങ്ങൾ സിദ്ധിച്ച് പരിപാലിക്കുകയോ റബ്ബുടെ വിധി കൽപ്പനകളനുസരിച്ച് ജീവിക്കണമെന്നോ നന്നൊട്ടിക്കും തുടർന്ന് നിങ്ങളൊട്ടിക്കും വസിയത്താക്ക ഉപദേശാക്ക അവൻ്റെ വിധിവിലക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ മുത്തഖീങ്ങളിൽ അള്ളാഹു ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുക്ക് ഷഹാദത്ത് കൊടുത്തതായ ഞങ്ങ അള്ളാഹുടെ ഖറാർ ഞങ്ങൾ പാലിക്കാത്ത കൊടുത്തതായ ആ ഖറാർ പാലിക്കുക തയ്യാറായ ഞങ്ങളുടെ കാലാകാലമായി വിട്ടുപോകേണ്ടതായ ആ സ്വർഗത്തെ ആഗ്രഹിക്കുന്നത് എത്തിക്കുന്നത് ഞങ്ങളുടെ ഉദ്ദേശം. സ്വർഗം നരകം എല്ലാം അല്ലാഹു സിദ്ധിച്ചിട്ട് റെഡിയാക്കിട്ട് വെച്ചിറ മനുഷ്യരെ ഭരണവും കാത്തു വെച്ചിട്ടുള്ള അബ്ദല്ലാഹുലഹും ജന്നാത്തിൻ തജ്രി ഇങ്ങനെ സ്വർഗത്തെ കുറിച്ചിട്ട് വിശേഷണങ്ങൾ ഒരുപാട് ഖുർആനിൽ അല്ലാഹു പ്രസ്താവനാക്കണം. സ്വർഗം എപ്പോഴും നരകം എപ്പോഴും റെഡിയായിട്ടിരിക്കും മനുഷ്യക്ക് വേണ്ടിയിട്ട്. ആ സ്വർഗവും ആ നരകവും മനുഷ്യ എങ്ങനെ കരസ്ഥമാക്കാൻ ചൊല്ലു വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും വിശദമായിട്ട് ഞങ്ങൾ പഠിച്ചങ്ങ ഞങ്ങൾ കേട്ടങ്ങ ഞങ്ങൾ മനസ്സിലാക്കങ്ങ ആറുകൈത്തിക്കര് ആ സ്വർഗ കിട്ടുരെ ആറുകൈത്തിക്കര് നരക കിട്ടുരെ അത് എങ്ങനെ ഐത്തിക്കണോ അതിന്റെ റീസണും ചൊല്ലി എല്ലാം വിശദമായിട്ട് നമുക്ക് അല്ലാഹു പഠിപ്പാട്ടി തന്നതാണ്. സ്വർഗ നേടവു ഒരു മനുഷ്യക്ക് ആവണായത്, അതായത് അവർക്ക് ആത്മക്ക് ആവണായത് എന്തെല്ലാം ഈ ദുനിയാവുണ്ടോ ആ നേടക വേണ്ടിക്ക് എല്ലാം അവർക്ക് ഈസിയാക്കി കൊടുക്കണം. സ്വർഗ നേടകുള്ള കർമ്മങ്ങൾ
അള്ളാഹു വളരെ എളുപ്പമാക്കി കൊടുത്ത മനുഷ്യർ വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. അള്ളാഹുവിന്റെ ആ ദീനിൽ ആ മനുഷ്യ ആക്കുക ഒരു ബുദ്ധിമുട്ടുമില്ലാത്തത്, ഈസി ആയിട്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. അതായത് അവന്റെ താക്കത്തിൽ എത്ര ആവോ അത്ര മാത്രമേ അള്ളാഹു പഠിപ്പാക്കിയിട്ടുണ്ട്. അത് മാത്രമേ അള്ളാഹു ഇവിടെ പഠിപ്പാക്കിയിട്ട് മനുഷ്യർക്ക് പ്രവർത്തനാക്കുകയോ ആ തെരുവ് മുഖാന്തരം നമുക്ക് കാട്ടി തന്നേ. അല്ലാതെ ഒരു സ്വർഗത്തെ സൃഷ്ടിച്ചിട്ട് കൊണ്ടിട്ട് ഇന്ന പ്രയത്ന കഷ്ടപ്പെട്ടിട്ട് നീ ആക്കുകയെന്ന് അള്ളാഹു മനുഷ്യരുടെ മേൽ ഒരു പ്രഷർ കൊടുക്കില്ല. എല്ലാം ഈസി ആയി എത്തിക്കുകയാണ്. ആ സ്വർഗത്തെ ആഗ്രഹിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം ഈ ലോകത്താക്കുന്ന പ്രവർത്തനമെല്ലാം അവർക്ക് നല്ല കട്ടിയുള്ള എത്തിക്കൽ. എപ്രകാരം ഒരു മനുഷ്യൻ ഒരു ജയിലിൽ ആ ജയിലിൽ നിൽക്കുമ്പോ ഏതെല്ലാം ആ ജയിലിന്റെ പുറത്തിലുള്ള പ്രവർത്തനം അവർക്ക് ആക്കില്ല. അതേപോലെ അള്ളാഹു ഒരുപാട് തടസ്സം നിശ്ചയിച്ചിട്ട് മുഅ്മിനെ സംബന്ധിച്ചോളം ഈ ദുനിയാവ് ജയിൽ പോലെ ആക്കി കൊടുക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും അങ്ങനെ അദ്ദുനിയ സിജ്നുൽ മുഅ്മിനീന വ ജന്നത്തുൽ കാഫിരീന എന്നു. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചോളം എപ്പോഴും ഈ ദുനിയാവ് ചെന്നത് ഒരു ജയിലേക്ക് തൊട്ടേക്കും പിടിച്ചേക്കും എല്ലാം അത് ആക്കുക തീരാ, അത് പിടിക്കുക തീരാ, അത് പിടിക്കുക തീരാ, അത് ചൊല്ലുക തീരാ, ഇത് ചൊല്ലുക തീരാ, എല്ലാം തടസ്സ. ആ തടസ്സത്തെല്ലാം സഹിച്ചിട്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ അവന് തയ്യാറായിട്ടുള്ള അവന്റെ സ്വർഗ്ഗം നേടുക കാലാകാലമുള്ളത്. നേരെ മറിച്ചിട്ട് കാഫിരികളെ സംബന്ധിച്ച് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഈ ദുനിയാവ് എല്ലാം ഫ്രീ ആയിട്ടിരിക്കണം. ഇഷ്ടപോലെ അവന്റെ താൻ തോന്നിയായതുപോലെ അവന്റെ മനസ്സിൽ എങ്ങനെല്ലാം ഇച്ഛിക്കരുത് അതെല്ലാം പ്രവർത്തിക്കുക അള്ളാഹു ഫ്രീ ആയിട്ട് കൊടുത്തണം. പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. അള്ളാഹു ഞങ്ങൾ ഷഹാദത്ത് കൊടുത്തറ, അള്ളാഹു ഞങ്ങൾക്ക് ഒരു എഗ്രിമെന്റ് ആക്കിയ അള്ളാഹുവെ നിക്ക് തന്ന ആ ഖറാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പൂർണ്ണമായിട്ടും അത് ഈ ലോകത്ത് നടപ്പാക്കിയിട്ട് കാട്ടുക നിങ്ങൾ റെഡിയുള്ള ചോദിച്ചു അള്ളാഹു നിങ്ങൾ ഉറപ്പ് കൊടുത്തത് കൊണ്ട് മുഅ്മിനെ സംബന്ധിച്ചോളം അവന്റെ ജീവിതത്തിൽ വേണ്ട ഓരോ പ്രവർത്തനം അതിസൂക്ഷ്മമായിട്ട് ഇഖ്ലാസോട് കൂടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നമ്മൾ തയ്യാറാവരെ അല്ലെ. ഈ ദുനിയാവിനെ സംബന്ധിച്ചോളം ഓരോ കാര്യം അവന്റെ മനുഷ്യരെ മനസ്സിന് അലഹങ്കാരമായി തിക്കരുത്, അവന്റെ ഇച്ഛക്ക് താല്പര്യത്തിന് വിനയിത്തിക്കരുത്. ഈ ദുനിയാവിലോ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് നമുക്കൊരു ചോദ്യമില്ല. എന്തുകൊണ്ട് അള്ളാഹു ഇത്രമാത്രം കഠിനമായത് ഞങ്ങളെ ദുനിയാവിൽ നമുക്ക് ആക്കി വെച്ചിട്ട് ആ പ്രവർത്തനമെല്ലാം ഈ ദുനിയാവിൽ ആക്കി വെച്ചിട്ട് അത് മനുഷ്യർ ഉപയോഗിക്കുക അല്ലേ, അത് പ്രവർത്തിക്കുകയല്ലേ, അത് ആസ്വദിക്കുകയല്ലേ എന്ന് ചോദിച്ചു നിരീശ്വരവാദികൾ അള്ളാഹുവിനെ നിഷേധിക്കാൻ ഒരു ചോദ്യമുണ്ട്. പിന്നെ അത് അള്ളാഹു നമുക്ക് മനുഷ്യതയിലേക്ക് സിദ്ധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നമുക്ക് യൂസാക്കാവില്ല എന്ന് ചോദിച്ചു അള്ളാഹുവിനെ നിഷേധിക്കുന്ന മനസ്സിൽ ആ നിഷേധിക്കുന്നവന്റെ മനസ്സിലേക്ക് ആ ഒരു ചിന്തന വേണ്ടത്. നേരെ മറിച്ചിട്ട് അള്ളാഹു ഈ ലോകത്തെ മനുഷ്യരോട് പരീക്ഷണമായിട്ട് എന്തിന പരീക്ഷണ എല്ലാം അള്ളാഹു സൃഷ്ടിച്ചത് നന്മയും തിന്മയും വേറെ വേറാക്കിട്ട് ഡിവൈഡ് ആക്കിയിട്ട് ഇന്നത് ആക്കൊത്തീര, ഇന്നത് പിടിക്കൊത്തീര, ഇന്നത് ആക്കി നിനക്ക് ഇന്നത് കിട്ടു, ഇന്നത് പിടിച്ചെങ്കിൽ ഇന്നത് കിട്ടും ചോദിച്ചു അള്ളാഹു ഡിവൈഡ് ആക്കി കൊടുക്കുന്നത്. കാരണം മനുഷ്യർ ഈ ലോകത്തുള്ള പ്രവർത്തനം അവന്റെ മനസ്സിന് താല്പര്യപ്പെട്ടത് ആഗ്രഹിക്കരുത്, ഇച്ഛിക്കരുത് എല്ലാം ഒരുപാട് അള്ളാഹു എതിർത്തവന്റെ അവന്റെ ജീവിതത്തിൽ ഹറാമ് പ്രവർത്തിക്കുക തീര, സാമ്പത്തികമായിട്ടും അവന്റെ സാമൂഹിക ജീവിതമായിട്ടും അവന്റെ സ്വന്തത്തിലുള്ള പ്രവൃത്തിയുമായിട്ടും കുടുംബമായിട്ടും എല്ലാം അള്ളാഹു ഒരുപാട് ഹറാമാക്കിയതുണ്ട് പ്രവർത്തനം അല്ലെ. ഹറാമാക്കിയതുണ്ടും ഹലാലാക്കിയതുമുണ്ട്. ബഡ്ഡി കിന്നപത്തിയിലാണ്ട് അള്ളാഹു മനുഷ്യരോട് കൊണ്ട് വിശുദ്ധ ഖുർആനിൽ പഠിപ്പാട്ടില്ല. പക്ഷേ നമുക്ക് ദുനിയാവിലെ ആർക്ക് തീർക്കൊക്കെ വേണ്ടിയിട്ട് ആ ബഡ്ഡിയുമായിട്ട് ഞങ്ങൾ മുട്ട പോണ്ട. ആ ബഡ്ഡി എടുക്കുക തീരാണ്ട് അള്ളാഹു ഞങ്ങളോട് നിഷേധാക്കിയത് ആ ബഡ്ഡിക്കുള്ള എല്ലാ സൗകര്യങ്ങളും ലോകത്ത് ആക്കിത്ത് കൊടുത്തിട്ട് എത്തിക്കര് അള്ളാഹു ചെന്നരെ അതിനെ മുട്ട പോകുക തീരാം. അവിടെ എത്തിക്കര് ഞങ്ങൾ ഈമാൻ ഞങ്ങളെ വിശ്വാസത്തെ ഞങ്ങൾ പരീക്ഷിക്കണായത്. ഏതൊരു ഹറാം ഏതൊരു നിഷിദ്ധമായ കാര്യങ്ങൾ അള്ളാഹു ഈ ലോകത്ത് നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നറ കാട്ടി തന്നറ
ആ നിഷിദ്ധത്തിന് നമുക്ക് പോകാത്ത ഞങ്ങളുടെ മനസ്സിൽ പിടിച്ചു വെക്കരുത്. ക്ഷമിച്ചിട്ട് അത് പിടിച്ചു വെക്കണവണത്തിക്ക് ഈമാന്റെ ലക്ഷണം, ഞങ്ങൾ ഈമാന്റെ ലക്ഷണം നമുക്ക് പരിശോധിക്കണേ. അത് മാത്രമേ ഉള്ളൂ. ഇന്നത് നോക്കണ തീര ഹറാമായില്, ഇന്നത് തിന്നത് തീര നമുക്ക് ഹറാമാക്കിറങ്ങാവൂ, ഇന്നത് കൊടുക്കണ തീര ഹറാമാക്കിറ, ഇന്ന കാര്യങ്ങൾ ആക്കുക തീര ഹറാമാക്കിറ. അതെല്ലാം ഞങ്ങളെ മനസ്സിലോ എല്ലാം അലങ്കാരമായിട്ട് ആ ഒരു അണയത്തിലെ പിറവോട് സുമാർ വിശേഷണങ്ങൾ അള്ളാഹു ചൊല്ലുക. ഇതെല്ലാം ദുനിയാവിന്റെ അലങ്കാരമായിട്ടിക്കര്. അത് ചിലത് നിന്റെ മുട്ടപ്പോതിയ ഹറാമ്. ആ ഹറാമിനെ നമുക്ക് പിടിച്ചു വെച്ചിട്ട് ഞങ്ങളുടെ മനസ്സിന് ഗട്ടിയായിട്ട് പിടിച്ചിട്ട് വെച്ചിട്ട് പരലോകത്ത് നമുക്ക് കിട്ടുന്ന സ്വർഗത്തെ ആഗ്രഹിച്ചിട്ട് അള്ളാഹുടെ തൃപ്തി ആഗ്രഹിച്ചിട്ട് അള്ളാഹുടെ ആ ശിക്ഷയെ പേടിച്ചിട്ട് നമുക്ക് ജീവിക്കുമ്പോ ഞങ്ങൾ അതൊരു മുട്ട പോണ്ടില്ലേ. ഞങ്ങളെ മനസ്സിൽ ഈമാൻ കാരണം ക്ഷമയ്ക്ക് അവിടെ ഉള്ളത് അള്ളാഹു പഠിപ്പാട്ടെ. എന്ത് എല്ലാ വിഷയത്തിലും മുട്ട പോകുമ്പോ അത് വേണ്ട, എന്റെ ഉറപ്പതൊക്കെ അതിനെ നിഷിദ്ധാക്കുക, നാ പോണ്ടില്ല, ഇന്നത് ആക്കില്ല, ഇന്നത് പിടിക്കില്ല. കാരണം എന്റെ റബ്ബ് എന്റെ ഇഷ്ടപ്പെടല, അതുകൊണ്ട് ഞാൻ അതിനെ ആക്കുക ഞാൻ തയ്യാറല്ല. അങ്ങനെ അതിനെ വിട്ടുത്ത് അള്ളാഹുക്ക് മാത്രം തിറ്റപ്പെട്ട് ജീവിക്കുമ്പോഴത്തേക്ക് പരിപൂർണമായ അവന്റെ ഈമാൻ അവനിൽ ഉണ്ടാവരെ അവർ കൈത്തിരുന്നാല പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ തയ്യാറാക്കി വെച്ചത് അവിടെ എത്തിക്കരുത്. കാരണം ഹറാമുക മനുഷ്യക്ക് പോകുന്ന ഏറ്റവും വലിയ കാരണത്തിക്ക് അവന്റെ ഇച്ഛക്ക് അവന്റെ മനസ്സിലുള്ള അത്യാഗ്രഹം. ഈ ലോകത്ത് അള്ളാഹുവിന്റെ മനുഷ്യന് ജീവിക്കുമ്പോൾ എല്ലാം സൗകര്യമാക്കി കൊടുക്കുക. അവർക്ക് തിന്നവും കുടിക്കും ആക്കുക കണക്കരുത്. അള്ളാഹു അവന്റെ ഒരുക്കി വെച്ച ഈ ലോകത്ത് ഒരു മനുഷ്യന് ശിക്ഷിച്ച് ബന്ധയിക്കുമെന്നോ അവനത് ആവശ്യമുള്ളതെല്ലാം ഈ ലോകത്ത് അള്ളാഹു റെഡിയാക്കി വെച്ചിട. പക്ഷേ നമുക്ക് എത്ര കിട്ടിയിട്ടും നമുക്ക് മയ്യാവില്ല. ഞങ്ങളെ മനസ്സിന് അത്യാഗ്രഹമായിട്ടിക്കര് അവന്റെ ഏറ്റവും കൂടുതൽ വലിയ ഒരു പാപത്തേക്ക് കൊണ്ടുവെത്തിത്രേ. ആധുനിക കാലത്ത് മനുഷ്യന് സാമ്പത്തികമായി ഇടപെടുമ്പോ 99% ഹറാമായിട്ടിക്കര് അല്ലെ. എല്ലാം ഹറാമോ അവന് തിന്നരുതും ഒരുപാട് സൂക്ഷിക്കണായിരിക്കും. അവന് ഹറാമിൽ കടന്നെത്തിക്കര്, അവനെ കൊണ്ട് സഞ്ചരിക്കുന്ന വാഹനം പോലും വഡ്ഡി കെട്ടതെത്തിക്കര്, ഹറാമെത്തിക്കര്. അവൻ അങ്ങോട്ട് ലോൺ എടുത്ത് കെട്ടത് ഹറാമെത്തിക്കര്, കച്ചവടത്തിന് വഡ്ഡി എടുത്ത് തീർക്കരുത്, ഹറാമെത്തിക്കര്. ആധുനിക കാലഘട്ടത്തെ ആൾമാർ കേട്ടുപോകും. പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കുക, നമുക്ക് അതില്ലാം താവുക ഇതില്ലാം താവുക. ആവുറത്തെത്തിക്കര് അള്ളാഹു നമുക്ക് പഠിപ്പാട്ട്. എപ്പ നമുക്കത് ആവില്ല, അത് മനുഷ്യ അള്ളാഹു കൊടുത്തതായ ആ ഒരു താത്കാലിക ജീവിതത്തിൽ ആവശ്യത്തിന് കൊടുത്തത് ആ ആവശ്യം തീരാത്ത അത്യാഗ്രഹം പരമൈത്തിക്കര് മനുഷ്യനല്ല പാപത്തേക്ക് കൊണ്ടുപോകേണ്ടത് അവിടെ എത്തിക്കര്. എല്ലാം അവിടെ എത്തിക്കര് ഹറാമ് പഠിപ്പാട്ടത്. എല്ലാം ഹറാമോ ഹലാലും നോക്കാത്ത ഈ ദുനിയാവിൽ താൻ തോന്നായിട്ട് ജീവിക്കുമ്പോ മരിക്കുന്ന നേരത്തെ എത്തിക്കര് അവനക്ക് ഓർമ്മ കണ്ടത്. ആ ടൈമിൽ എത്തിക്കര് അവനക്ക് ഓർമ്മ കണ്ടത്. ആ മരിക്കുന്ന മുന്നല്ലോ അവന്റെ മലക്കൽ അവന്റെ മുന്നിൽ വെച്ച് പോകുമ്പോൾ അവനാക്കിയ പ്രവർത്തനത്തിന് കാരണം കിട്ടുക കൊണ്ടത് അള്ളാഹു അഡ്വാൻസ് ആയിട്ട് അവനക്ക് കാട്ടിക്കൊടുക്കരുത്. നല്ല ഒരു വ്യക്തിയായിട്ടുണ്ടെങ്കിൽ മുത്തക്കിയായ ഒരു മനുഷ്യനെങ്കിൽ അവന്റെ ജീവിതത്തിൽ സൂക്ഷ്മത കാട്ടിട്ട് ജീവിക്കുന്നവനെത്തുന്നെങ്കിൽ മരിക്കുന്ന നേരത്തെ മലക്കുകൾ വരുമ്പോ ആ മലക്കുകൾ അവർക്ക് കിട്ടുള്ള സ്വർഗത്തെ കാട്ടിക്കൊടുക്കുക. ഇതാ നീ അള്ളാഹുവിനെ പേടിച്ചിട്ട് ക്ഷമിച്ചിട്ട് സബറാക്കിട്ട് നിന്റെ മനസ്സിനെ പിടിച്ചു വെച്ചിട്ട് അള്ളാഹു തൃപ്തിക്ക് വേണ്ടിയിട്ട് നീ ജീവിച്ചത് കാരണം കൊണ്ടിട്ട് ഇതാ നിക്ക് കിട്ടപ്പോണ്ടത് സ്വർഗം തൊട്ടു അല്ലെ. മരിക്കുന്ന നേരത്ത് അത് കാണ്ടത്, ആ സ്വർഗത്തെ കാണ്ടത് നരകത്തെ കാണ്ടത് ആരും നമുക്ക് ചൊന്ത് തന്നിട്ടില്ല അല്ലെ. മനുഷ്യരെ ആ പലക്കത്തുള്ള ശക്തി അവിടെ ഇല്ലാണ്ടാവുമ്പോ അവന്റെ നാവിലെ ശക്തി അവിടെ സൈലന്റ് ആവുമ്പോ അപ്പൈത്തിക്ക് പറവുള്ള ഓരോ വിഷയത്തെ കുറിച്ചിട്ട് അള്ളാഹു അവനോടെ കാട്ടിക്കൊടുക്കരുത്. സ്വർഗമായെന്നും നരകമായെന്നും മലക്കുകൾ അവർക്ക് സന്തോഷ വാർത്ത കൊടുക്കരുത്. അവിടെ എത്തിക്കരുത് അപ്പൈത്തിക്ക് അവന്റെ ഓരോ പ്രവർത്തനത്തെ ആ ദുനിയാവിലാക്കിയ സൽക്കർമ്മത്തിലുള്ള പ്രതിഫലവും അവനാക്കിയ തിന്മകളുടെ ശിക്ഷയുടെ ആരംഭം അവിടെ എത്തിക്കൽ അവിടെ കാണ്ടത്. അതുകൊണ്ട് ആ മരിക്കുന്ന നേരത്തെ മനുഷ്യൻ ചിന്തിക്കുന്നതിലേക്ക് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങളുടെ ടൈമും ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ ദുനിയാവിൽ എന്തെല്ലാം ഉണ്ടോ അത് എപ്രകാരം പ്രവർത്തിക്കുന്നു ചേർത്തു ഞങ്ങൾക്ക് പഠിപ്പാട്ട് രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കാനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സൂക്ഷ്മത ഉള്ളവൻ ഞങ്ങളുടെ ജീവിതത്തിൽ ആ സൂക്ഷ്മത വരുമ്പോഴത്തേക്ക് അള്ളാഹു ഞങ്ങൾക്ക്
ആക്കിയതായ ആ വാഗ്ദാനം, ആ സ്വർഗം നമുക്ക് നേടകാവരെ അല്ലെ. നമ്മൾ ദുനിയാവിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒരു 24 ഗಂಟೆയോ 22 ಗಂಟೆയോ നമ്മൾ ദുനിയാവിന് വേണ്ടിയിട്ട് ചെലവാക്കണമെങ്കിൽ ദുനിയാവിലെ ഒരു തിന്നൊക്കെ വേണ്ടിയിട്ട് ദുനിയാവിലെ സുഖത്തിന് ദുനിയാവിലെ സൗകര്യത്തിന്. പക്ഷേ നമ്മൾ എത്ര സമ്പാദിച്ച് തിന്നെങ്കിലും, എത്ര ആക്കി വെച്ച് തിന്നെങ്കിലും, എത്ര കൊട്ടാരം കെട്ടി തിന്നെങ്കിലും, എത്ര സമ്പത്തൂടെ കൂട്ടി വെച്ച് തിന്നെങ്കിലും അത് ഞങ്ങളതല്ല. കാരണം എന്തേ, ഞങ്ങൾ മരിക്കുമ്പോൾ കൊണ്ടുപോകും ഒരു മനുഷ്യനും കൂടെ ഇതിന്റെ സാധ്യമല്ല. കാരണം എന്തേ, അതുക്കുള്ള അവകാശം പിന്നെ ഒരാളവിടെ കാത്തു വെച്ചിട്ടുള്ള ഞങ്ങളൊട്ടികലെ. ആ മരിക്കുന്ന നേരത്ത് കടത്തി നോക്കുമ്പോ അവന്റെ ജീവിതത്തിൽ ആക്കിയതായ പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. പക്ഷേ അവന്റെ കൊട്ടാരവും അവന്റെ സമ്പത്തും അവന്റെ അധികാരവും അവന്റെ സ്ഥാനവും ഒന്നും അവർക്ക് വില കൊണ്ടില്ല. കാരണം അത് ദുനിയാവിലെല്ലാം തീർന്നുകൊണ്ട് അവൻ എത്ര കോടി സമ്പാദിക്കുന്നെങ്കിലും അതിന് അവകാശത്തിനോർത്തിരിക്കുക. പക്ഷേ ഈ 22 ഗಂಟೆയും അധ്വാനിച്ച് കിട്ടിയത് അത് പിന്നോർത്തൊരു അവകാശമാകുമ്പോ ഒരു നാളുകൾ അല്ലാഹു ഇബാദത്താക്കുക വേണ്ടിയിട്ട്, പള്ളിക്ക് പറയുക വേണ്ടിയിട്ട്, നല്ല നല്ല സൽക്കർമ്മ ആക്കുക വേണ്ടിയിട്ട് അല്ലാഹു ചെറിയ ടൈമായിട്ട് നമുക്ക് തന്നത്. മാക്സിമം ഒരു നാൾ ഒരു 5 വക്ത് നിസ്കരിക്കുകയും ഒരു ഖുർആൻ ഓതുകയും അല്ലെങ്കിൽ നല്ല നല്ല ഒരു ചെറിയ കാര്യമാക്കും ഒരു മനുഷ്യൻ എത്ര ടൈമാണ് സ്പെൻഡ് ആക്കും? മാക്സിമം 1 ಗಂಟೆ അല്ലെ. ആ 1 ಗಂಟೆ ആക്കിയതായ ആ സമ്പത്ത് നാളെ പരലോകത്ത് കാലാകാലം കിട്ടുന്നതായ സ്വർഗം നേടുള്ള സമ്പത്ത് അതൈത്തിക്ക്. അതുകൊണ്ട് നശിച്ചു പോണ്ട ദുനിയാവ് ശൈത്താന്റെ അടിമപ്പെടാത്ത, ശൈത്താന്റെ ആഗ്രഹങ്ങൾക്ക് താല്പര്യത്തിന് നമ്മൾ വഴങ്ങിക്കൊടുക്കാത്ത നാളെ പരലോകത്ത് കിട്ടുന്നതായ ആ സ്വർഗം നേടുള്ള കാരണം തന്നതായ അല്ലാഹുവിനെ സ്മരിച്ചിട്ട് വേണോ ഞങ്ങളോട് ജീവിക്കാനായത്. ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോ ഞങ്ങൾ അത് ആഗ്രഹിക്കുമെങ്കിൽ, ആ സ്വർഗം ഞങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ, ആ നരകം നമുക്ക് കിട്ടണ്ടാന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രവർത്തിക്കൊണ്ട്. കാരണം താത്കാലികമായ ജീവിതത്തിൽ ഏത് ടൈമും എപ്പോൾ മനുഷ്യൻ മരിച്ചു പോകാം. ആ മനുഷ്യരെ മരണത്തിൽ ഇന്ന നാളും ചേർത്ത് ഒരാൾക്കും ഒരു ടൈമില്ല. ആ ടൈം കൊടുക്കാത്തത് കൊണ്ട് മനുഷ്യൻ മതിമറന്ന് ജീവിക്കരുത് അല്ലെ. ഒരാളുടെ മൗത്ത്, ഒരാളുടെ മരണം ഇന്ന നാളിലും ചേർത്ത് നമുക്ക് കൃഷി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനോട് തപ്പാക്കലാന്ത്, അവന് സന്തോഷമായിട്ട് കുടുംബത്തോട് ജീവിക്കലാന്ത്, അവന്റെ കാര്യങ്ങളൊന്നും ഈ ലോകത്ത് നടത്തലാന്ത്. കാരണം എന്തേ, ആ ഇന്ന് നടന്നെ മരണം കണ്ട് ആ മൗത്തിന് മുന്നിൽ പേടിച്ചിട്ട് നിൽക്കണമെത്തിക്കുക. പക്ഷേ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഒരു മനുഷ്യർക്ക് കൊടുത്ത ഒരു അനുഗ്രഹമെത്തിക്കല് അവന്റെ മരണത്തെ കുറിച്ച് അല്ലാഹു മുൻകൂട്ടി അറിയാത്തത്. കാരണം ആ മരണ ബന്ധത്തിൽ നമുക്ക് എപ്രകാരം ഉറപ്പുണ്ട്, അതേപോലെ സ്വർഗവും നരകം ആ മനുഷ്യന് വേണ്ടിയിട്ട് അല്ലാഹു സൃഷ്ടിച്ചു വെച്ചാ അതിക്ക് വേണ്ടിയിട്ടിരിക്കുന്നു. മനുഷ്യൻ റെഡിയാവുമ്പോൾ ആ സ്വർഗം നേടുക വേണ്ടിയിട്ട് ഈ ലോകത്ത് ഒരുപാട് പ്രവർത്തനം അവന്റെ ജീവിതത്തിൽ നമുക്ക് ആക്കുകൊണ്ട് എന്തേ ഒരുപാട് പ്രവർത്തനം അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതായ ആ പ്രവർത്തനത്തിൽ ഒരുപാട് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായതായ ഏറ്റവും വലിയ ഒരു നല്ല ഒരു സ്വർഗത്തിന് കൊണ്ട് ഏറ്റവും വലിയ ഒരു തെരുവൈത്തിക്കൊരു സത്യസന്ധത. അവന്റെ ജീവിതത്തിൽ അവനാക്ക് എല്ലാ പ്രവർത്തനത്തിലും സത്യസന്ധത വേണം. സത്യസന്ധത ചെന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവന്റെ സാമൂഹികമായ ജീവിതമായിട്ടെങ്കിലും, അവന്റെ കുടുംബപരമായ ജീവിതത്തിനെങ്കിലും, അവന്റെ സാമ്പത്തികമായിട്ടെങ്കിലും, അവന്റെ ഏത് പ്രവർത്തനത്തിലെത്തുന്നെങ്കിലും അവനൊരു പലക്ക് ചൊല്ലുന്നത് പോലും സത്യസന്ധത ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ പലക്ക പറഞ്ഞെങ്കിലും സത്യസന്ധത അതിൽ കാട്ടവും ചൊല്ലോ. കാരണം അത് നേരെ മാത്രം ചൊല്ലവും നമുക്ക് പഠിപ്പാട്ടിട്ടത് ആ ഒരു പലക്കത്തെ വിഷയത്തിൽ നമ്മൾ പറയുമ്പോ അത് എത്ര മാത്രം ഇമ്പോർട്ടന്റ് ചൊല്ലോ ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കാനായിട്ട്. സഹോദരന്മാരെ, സഹോദരിക്കന്മാരെ, യാറമായിട്ട് ഈ പലക്കത്തിൽ അനാവശ്യവേണ്ടതും ഈ പലക്കത്തിൽ ഹറാമ് കൂടുന്നതും യാറമായിട്ട് ഞങ്ങളെ സഹോദരിമാരുടെ കൂട്ടത്തിലേക്ക് സഹോദരിമാരെ ഒരുപാട് ചിന്തിക്കാനായ വിഷയത്തിക്ക് ഞങ്ങളുടെ കൂട്ടുകാരെ കൂടെ അല്ലെങ്കിൽ അയൽവാസികളൊട്ടിಗೆ നമ്മൾ ഒരുപാട് വിഷയത്തിൽ ഞങ്ങൾ ചർച്ചാക്കുക. എന്തേ ഈ ചർച്ചത് ദീനിയായ വിഷയമൊന്നുമല്ലാതെ അല്ലെങ്കിൽ ആഖിറത്തെ കുറിച്ചൊരു വിഷയമല്ല.
ഒരു അരഗണ്ട ഒരു ടൈം കിട്ടിയെങ്കിൽ മാക്സിമം പിണർത്തിനെ കുറിച്ചിട്ട് അങ്ങനെ അപവാദത്തെ കുറിച്ചിട്ട് നമുക്ക് എന്തെല്ലാം ചൊല്ലുകാവൂ, അങ്ങനെ ഈപത്തി എന്തെല്ലാം ചൊല്ലുകാവൂ, അങ്ങനെ കുറിച്ചിട്ട് അനാവശ്യമായിട്ട് കീഴാക്കിട്ട് അങ്ങനെ അന്തസ്സ അഭിമാനത്തിന് കോട്ട കണ്ടത് പോലെ എന്തെല്ലാം ആക്കണാവും ചൊല്ലിട്ട് ചിന്തിക്കലായിട്ട് പുണ്യമായ ആൾമാർ മുട്ട വിഷയം ആൾക്കാരുമ്പോ എത്രമാത്രം ആ നരകത്തിൽ നാം യാരമായിട്ട് കണ്ടത് പെണ്ണിങ്ങായിട്ട് ചൊല്ലിട്ടു. കാരണം അങ്ങനെ പ്രവർത്തനത്തെ കാരണം ആ ജന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തന്നെങ്കിൽ സ്വർഗത്തെ എനിക്ക് ഉറപ്പ് തന്നെ ചൊല്ലിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിട്ടു. അതൊന്ന് രണ്ട് ചുണ്ടിടയിലുള്ള നാവും ചൊല്ലിട്ടു. കാരണം ആ നാവ് ചൊല്ലിട്ട് മുള്ളില്ലാത്ത സാധനം ഒരു മനുഷ്യൻ എന്തും ചൊല്ലാം, എന്തും ആക്കാം, എന്തെല്ലാം അപകടം ഈ ലോകത്ത് ഉണ്ടെങ്കിൽ ഈ നാവിനെ കൊണ്ടെത്തിക്കൽ. കാരണം ഒരു ഹദീസ് ഒരു അറബിലെ ഒരു വാക്യുണ്ട്, നിങ്ങളെ നാവ് കൊണ്ട് ഒരിക്കലാണ് ശക്തിയെ നിങ്ങളെ കത്തി കൊണ്ട് ഒരിക്കലാണ് ആ ശക്തി, നിങ്ങളെ നാവ് കൊണ്ട് ഒരാൾക്ക് മുറിവാക്കുന്ന എത്തിക്കല്. കത്തി കൊണ്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിട്ട് പോകും. പക്ഷെ ഒരു നാവ് കൊണ്ട് ഒരാൾക്ക് ഒരു മുറിവേറ്റി തിന്നെങ്കിൽ ചിലപ്പോൾ അത് മരിക്കോ പോലോ അവന്റെ മനസ്സുണ്ടാവും. അതെത്രമാത്രം കഠിനമായി തിക്കരുത്. അതുകൊണ്ട് നിങ്ങളെ നാവും രണ്ടാമത്തെ നിങ്ങളെ പുതിയ സ്ഥാനം. ഇത് ജന്റെ വിഷയത്തിൽ നിനക്ക് നിങ്ങൾ ഉറപ്പ് തന്നിരുന്നെങ്കിൽ അത് നാളെ നിങ്ങൾക്ക് നാളെ സ്വർഗ കിട്ടുമെന്ന് ചൊല്ലോ ഉറപ്പ് തന്നെ. ഒരു മനുഷ്യരെ സത്യസന്ധത, അവനാ സത്യസന്ധത അത് എത്രമാത്രമുണ്ട്, എവിടെയൊക്കെ കൊണ്ട് എത്തുവാട്ട് അവന്റെ കലവോ അവന്റെ ജീവിതത്തിൽ വരുമ്പോ അത് എവിടെയൊക്കെ കൊണ്ട് എത്തുവാട്ട് നിന്നോ. ഒരു ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. അബ്ദുല്ലാഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി എന്ന സഹാബി റിപ്പോർട്ടാക്കിയ ഹദീസ് ഖാല ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി ദൈക്ർ. കാരണം സത്യസന്ധത ഞങ്ങളുടെ വിഷയത്തിൽ ബന്ധ ഒരു സത്യസന്ധത അത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കൊണ്ടുപോയി എത്തുവാട്ടത് നന്മയിലേക്ക് എത്തിക്കരുത്. ഏറ്റവും നല്ല നന്മ, നല്ല ഒരു പ്രവർത്തനത്തേക്ക്. കാരണം ആ മനുഷ്യരെ ഈ ദുനിയാവിൽ എല്ലാവരും ആദരിക്കാൻ എത്തിക്കാൻ. കാരണം അവന്റെ ജീവിതത്തിൽ അവൻ സത്യസന്ധത ഉണ്ട്. അവന്റെ പലക്കത്തിലായെങ്കിലും അവന്റെ പ്രവർത്തനത്തിലായെങ്കിലും അവന്റെ എല്ലാ വിഷയത്തിലാക്കണമെങ്കിലും അവനെ കച്ചവടാക്കണമെങ്കിലും അതിലും സത്യസന്ധതയ്ക്കരുത്. കാരണം ഹറാമ് ചൊല്ലാത്തവൻ എന്തെങ്കിലും ഒരു കച്ചവടാക്കുമ്പോ ആ കച്ചവടത്തിന് അവന്റെ കച്ചവടത്തിൽ ആ സാമന വിറ്റ് പോകും. ചിലപ്പോ അവൻ കളവ് ചൊല്ലവനെത്തിക്കൂ അല്ലെ ചെന്നെങ്കിൽ അതിലില്ലാത്ത മഹിമ, ആ സാമനത്തിൽ ഇല്ലാത്ത വിശേഷണ. കാരണം അവർക്ക് വിത്തിട്ട് പോകണം, ആ സമ്പത്ത് പോകണം, ഹറാമെത്തിക്കലോടെ. പക്ഷെ നേരെ മറിച്ച് അല്ലാഹുവിനെ പേടിക്കുന്ന മനുഷ്യ അതിലുള്ള ആ കാര്യം മാത്രമേ, അതിലുള്ള എത്ര മാത്രം അതുക്കുള്ള സ്ഥാനമുണ്ട് അത് മാത്രം ചുണ്ടിത്തിരിക്കണോ. പക്ഷെ അവന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ട്. കാരണം ഈ ബർക്കത്ത് ചൊല്ലതും ഈ ബർക്കത്ത് ഇല്ലാത്തത് ചൊല്ലതും, ബർക്കത്ത് ചൊല്ലത് ചമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ കാസ് വേണ്ടതാ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ചമ്മ ഐശ്വര്യ വേണ്ടതാ, അതല്ല ബർക്കത്ത് ചൊല്ലത്. ബർക്കത്ത് ചൊല്ലത് തെല്ല് കിട്ടി തിന്നെങ്കും അതിൽ നമുക്ക് ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യത്തിന് മയ്യാവൂർ അതൈത്തിക്കൽ ബർക്കത്ത്. 400 രൂപ നയിക്കണോ, അവന്റെ 500 രൂപ നയിക്കുമ്പോ അവന്റെ കുടുംബത്തിനും അവനും അവന്റെ ആവശ്യത്തിൽ തീർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ എന്തോ ഒരു പ്രശ്നം കൊടുക്കില്ലവനോ, രോഗം, വലിയ വലിയ മാരക രോഗം കൊടുക്കില്ലവന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടപരം കൊടുക്കില്ലവനക്ക്. കാരണം അവന്റെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കുള്ളൂ. ഒരു പണി വന്നെങ്കിൽ ചിലപ്പോ 50 രൂപ കൊണ്ട് തീർക്കരുതായിട്ടിക്കുള്ളൂ. ആ ജീവിതത്തിൽ അവന്റെ അല്ലാഹു കഷ്ടം കൊടുക്കില്ല. കാരണം അവന്റെ ജീവിതത്തിൽ ആക്കുന്ന പ്രവർത്തനത്തിൽ സത്യസന്ധതമായിട്ട് അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലമായിട്ടിക്കല്. നേരെ മറിച്ചിട്ട് കലോച്ചുകൊണ്ട് ജീവിக்கிறാங்க, വഞ്ചനാക്കിട്ട് ജീവിக்கிறாங்க, ദ്രോഹിയാക്കിട്ട് ജീവിக்கிறாங்க, സ്വന്തം ആർത്തി തീർക്കൊക്കെ വേണ്ടിയിട്ട് ജീവിக்கிறாங்க. അങ്ക് ഒരു 500 രൂപ 50,000 കിട്ടിയെങ്കിൽ അള്ളാഹു ഒന്നെല്ലാം ഒരു റീസൺ കൊടുത്ത് അവന്റെ സമ്പത്തി ലോകത്തേക്ക് ഇരിക്കുകയാണ്. കാരണം 50 രൂപയ്ക്ക് ആക്കുന്നതായ പണി ചിലപ്പോ 50,000 രൂപ ചെലവാക്കുമ്പോഴുള്ള ചാൻസ് അള്ളാഹുന്റെ ജീവിതത്തിൽ കൊടുക്കുന്നത്. അവിടേക്ക് ബർക്കത്ത് ചൊല്ലുന്നത്, ബർക്കത്ത് ചൊല്ലുന്നത് ഒരുപാട് സൗകര്യം സമ്പത്ത് നിങ്ങൾക്ക് കിട്ടുന്നതല്ല.
കിട്ടിയതിൽ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യത്തിന് മാത്രം അവിടെ മയ്യാക്കുന്നതിക്കര് അത് കാരണം അത് ഞങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധത പാലിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്റെ ഒരു അനുഗ്രഹത്തേക്ക് ഈ ലോകത്തിൽ അവന്റെ യോത്തോട് ചെന്ന് യഹ്ദി ഇലൽ ജന്ന അവൻ ആക്രതായ ആ നല്ല ഒരു കർമ്മ അതുകൊണ്ടേക്ക് അവനെ എത്തുവാട്ടത് സ്വർഗത്തിലേക്ക് സത്യസന്ധമായ ഒരു വ്യക്തിയെ അള്ളാഹു അവന്റെ ഒട്ടിക്ക് അവന്റെ മലക്കുകളൊട്ടിക്ക് അള്ളാഹു എഴുതി വെക്കിற സത്യസന്ധൻ സിദ്ദീഖൻ തയ്ത്തിக்கிறവിടെ അള്ളാഹു ഒട്ടിക്ക് അള്ളാഹുടെ സ്ഥാനത്ത് എഴുതി വെക്കിற നേരെ കലോച്ചെടുത്ത് ജീവിക്കിറങ്ങ കളവ് വേണ്ടാത്തതായ രീതിയിൽ ജീവിക്കിറങ്ങ അവരുടെ കൊണ്ടുപോയിട്ട് അവനെ എത്തുവാട്ടത് എവിടേക്ക് തപ്പുലെ കൈത്തിക്കൊരു ഫുജൂർ ആ ഫുജൂർ അത് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് എത്തുവാട്ടത് അവന്റെ ഇത് നരകത്തിലേക്ക് മാത്രമല്ല അള്ളാഹുവിന്റെ അവന്റെ കള്ളവണം ചെന്ന് അങ്ങനെ എത്തിക്കുക അള്ളാഹുവിന്റെ എത്തുവാട്ടത് അതുകൊണ്ട് ദുനിയാവിലെ ജീവിതത്തിൽ ഞങ്ങളുടെ വിഷയത്തിൽ ഒരാൾ ആരെങ്കിലും ജഡ്ജിമെന്റ് ആക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു തപ്പാക്കി തിന്നെങ്കിൽ കളവുകൾക്കാക്കി തിന്നെങ്കിൽ ഡോങ്കിയാക്കലോടായി തിന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇന്ന ആള് അവന് കള്ളയിത്തിക്കറ അവന് ഡോങ്കയിത്തിക്കാൻ ചുക്കുമ്പോ അത് നമുക്ക് ഞങ്ങളുടെ മനസ്സിൽ എത്രമാത്രം ഫീലാവും എത്രമാത്രം ബേജാറാവും കാരണം ദുനിയാവിന്റെ വിഷയത്തിൽ എത്തിക്കര് നേരെ മറിച്ചിട്ട് നാല് ആശ്രത്തിൽ ഇങ്ങനെ ഈ ലോകത്ത് ജീവിച്ചിട്ട് ഹറാമായ രീതിയിൽ കളവ് ചെലുത്തും ഡോങ്കിയാക്കിട്ട് ജീവിക്കണമെന്ന് നാളെ പരസ്യമായിട്ട് നാളെ പരലോകത്ത് അള്ളാഹു ആ എല്ലാവരുടെ സന്നിധിയിൽ വെച്ചിട്ട് ആ മനുഷ്യരെ അള്ളാഹു അങ്ങനെ അത്തരമൊരു മനസ്സിൽ ഫീൽഡ് ദുനിയാവിലെ ഫീൽഡാണ് എത്രയും മാത്രം ഇരട്ടി ഫീൽ എത്തിക്കുന്നതാണ് പരലോകത്ത് ആ മനുഷ്യന്മാരുടെ മുന്നിൽ വെച്ചിട്ട് ആ മനുഷ്യന്മാരെതിരിൽ ഖദ്ദാബെന്നാൽ അള്ളാഹു ചൊല്ലുമ്പോ അത് അത്രമാത്രം ഭയാനകമായി തെറ്റിക്കരുത്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ദുനിയാവിയായ താത്കാലികമായ ജീവിതത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ചെറിയ ചെറിയ വിഷയത്തിൽ നമ്മൾ ഒരുപാട് ഗൗരവമായിട്ട് ചിന്തിക്കണായത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നതായിട്ട് അബ്ദുല്ലാഹി ഇബ്നു അദ്ദേഹം ആ സഹാബിയെ റിപ്പോർട്ട് ആക്കരുത് അർബഉ ഇദാ കുന്ന ഫീക ഫലാ അലൈക ഒരു മനുഷ്യര് 4 വിഷയം ഉണ്ടായെങ്കിൽ 4 കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ അവർക്ക് പ്രാവർത്തികവും ആത്മീയമായെങ്കിൽ തീർച്ചയായിട്ടും അവനെ എവിടെ ചെന്നെങ്കിൽ അവന്റെ ദുനിയാവിൽ അവന് എത്ര നഷ്ടം തിന്നെങ്കിൽ അവനത് വലിയ പ്രശ്നമേ ആവില്ല. കാരണം അവന്റെ ജീവിതത്തിൽ 4 കാര്യം ഉണ്ടായെങ്കിൽ ഒന്നാമത്തത് ഹഫിള അമാനത്ത് വിശ്വസ്തതയെ സൂക്ഷിക്കുക. ഈ വിശ്വസ്തത ഒരാളെ ഒരു വിശ്വസിച്ചിരുന്നെങ്കിൽ ആ വിശ്വാസത്തെ പൂർത്തിയാക്കുക. ഈ ആധുനിക കാലത്ത് വിശ്വാസത്തെ ഇല്ലാത്ത പോണ കാരണം എന്തേ അവന്റെ ഈമാന്റെ ബലഹീനമായി തിക്കര് അള്ളാഹുവിനോടുള്ള വിശ്വാസത്തിൽ കുറവായതുകൊണ്ട് തിക്കര് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആൾമാർ നിങ്ങൾ ടെസ്റ്റാക്കി തിന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ ആ വിശ്വാസത്തെ അവനെ ഇല്ലാത്താക്കരെ അല്ലെ എത്രമാത്രം ആൾമാർ ചൊല്ലത് കേൾക്കില്ലേ അവന് വഞ്ചനാക്കുന്നുണ്ട് അവന് ചതിച്ച കാരണം ദുനിയാവുടെ താല്പര്യത്തിൽ വേണ്ടി തെറ്റിക്കര് മനുഷ്യന്മാർ ഇത്രമാത്രം പ്രവർത്തകനാക്കരെ കാരണം ആ വിശ്വാസത്തെ ഞങ്ങൾ സൂക്ഷിക്കുവാനായിട്ടില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവന്റെ എന്ത് നഷ്ടബന്ധങ്ങളും നാളെ പരലോകത്ത് ഏറ്റവും വലിയ ഒരു ഗുണമൈത്തിക്കുന്നത് ഫല അലൈകമാ ഫാതക മിനദ് ദുനിയ ഹഫിള അമാനത്തിൻ വസിദ്ഖു ഹദീസിൻ നല്ല പലക്ക അതായത് പലക്കത്തിൽ സത്യസന്ധത കാട്ടുന്നത് ഇപ്പൊ ചെന്നതുപോലെ വിവരണാക്കിയതുപോലെ ആ പലക്കത്തിൽ എല്ലാ വിഷയത്തിലും അവന് സത്യത കണ്ണാക്കിയവർക്ക് അതായത് നല്ല സ്വഭാവം നല്ല സ്വഭാവം എല്ലാ വിഷയത്തിലും ആത്മാവിന്റെ പെരുമാറ്റ വിജയത്തിലും അവന്റെ കച്ചവട രംഗത്തിലും അവന്റെ സാമൂഹിക രംഗത്തിലും അവന്റെ എല്ലാ വിഷയത്തിലും നല്ല സ്വഭാവം ആൾമാർക്ക് മടുപ്പില്ലാത്തത് ആൾമാർ കണ്ടവർ മനസ്സിന് ഇഷ്ടപ്പെട്ട പോലത്തത് നല്ലതായ സ്വഭാവം അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതേപോലെ അവന്റെ ഭക്ഷണത്തെ വിഷയത്തിൽ അവൻ തിന്നര വിഷയത്തിൽ അവന് സൂക്ഷ്മത കാട്ടെന്തേ ആ തിന്നര വിഷയത്തിൽ ഹറാമ് വരാത്തത് അവന് തിന്നര വിഷയത്തിൽ ഏതിലും ഹറാമില്ല അവന്റെ ഹറാമായതിൽ അല്ല അവന് തിന്നര് 100%
ഹലാലുക വേണ്ടിയിട്ട് അവനെ കഷ്ടപ്പെട്ടവനായിട്ടിരിക്കണം. അവന്റെ സാമ്പത്തിക ഇടപാടിൽ അവൻ ആരെങ്കിലും ഒരു ഉൾപ്പെടെ രോഗിയാക്കിയിട്ടില്ല. അവന്റെ കച്ചവടത്തിൽ അത് എത്ര മഹത്വമുണ്ട് അത് മാത്രം അവന് ചെന്ന അവന്റെ പ്രവർത്തനത്തിലും അവൻ നല്ല എല്ലാ വിഷയത്തിലും അവൻ എന്തും ആർക്കും കൈക്കൂലി കൊടുക്കാത്ത, അല്ലെങ്കിൽ രോഗിയാക്കാത്ത, അല്ലെങ്കിൽ കളോച്ചൊല്ലാത്ത ഇങ്ങനെ ആക്കിയതായ ആ ശുദ്ധ ഭക്ഷണത്തിൽ അവന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്തിൽ അവൻ ഏറ്റവും വലിയ അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹമായിട്ട് അവന്റെ സ്വർഗം ചൊല്ലുന്നത്. അതുകൊണ്ട് അവന്റെ ആ സത്യസന്ധത ഞങ്ങളെ എല്ലാ വിഷയത്തിലും കച്ചവടത്തിലും അതേപോലെ ഞങ്ങളുടെ ഓരോ വിഷയത്തിലും ഞങ്ങൾ എത്രമാത്രം സത്യസന്ധത കാട്ടാം. ആ സത്യസന്ധത അവനെ നല്ല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് മാത്രമല്ല നാളെ പരലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരും ചൊല്ലു ഞങ്ങൾ മനസ്സിലാക്കണമായത്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ വിഷയത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നാളെ പരലോകത്ത് ഞങ്ങൾ വിജയിക്കണം ചൊല്ലുള്ള ആ ഒരു വിഷയത്തിലേക്കോ ഞങ്ങൾ മനസ്സിലാക്കണമായത്, ഞങ്ങൾ പ്രവർത്തിക്കണമായത്. അതുകൊണ്ട് താത്കാലികമായ ഈ ജീവിതത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ എത്രമാത്രം സൂക്ഷ്മത കാട്ടണം ചൊല്ലു ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ മനസ്സിലാക്കണമായത്. ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ഈമാന് അത് എത്രമാത്രം ശക്തിയാക്കണമായി തിരിച്ചെങ്കിൽ ഞങ്ങളുടെ ഓരോരോ ജീവിതത്തിനെ പറ്റി ആ ഓരോ ദൈനംദിന ജീവിതത്തിലായെങ്കിലും കുടുംബപരമായ ജീവിതത്തിലായെങ്കിലും സാമൂഹ്യപരമായ ജീവിതത്തിലായെങ്കിലും എല്ലാത്തിലും സത്യസന്ധതവും സൂക്ഷ്മതവും എല്ലാം ക്ഷമിച്ചിട്ട് ജീവിക്കുമ്പോൾ നാളെ പരലോകത്ത് അവനക്ക് സ്വർഗ്ഗ കിട്ടും ചൊല്ലിക്കര് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്നത് ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം ദാലിക ജസാഉൽ മുഹ്സിനീൻ. അല്ലാഹുവിന്റെ അടുക്കൽ അവനക്ക് ഇഷ്ടമുള്ളത് അവന് കൊടുക്കുക തയ്യാറുള്ള നാളെ പരലോകത്ത്. കാരണം എന്തേ ദുനിയാവിലോ അല്ലാഹുവിന്റെ ബൈനൈത്തവനോ ഇന്ന ഹറാമ് വെടിഞ്ഞവനായിത്തിക്കര് മുട്ടവനായിത്തിക്കര് ഇന്ന കാര്യങ്ങൾ ആപ്പത്തീരാൻ ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ തൃപ്തിക്ക് ബൈനൈത്ത് മുട്ടവനായിത്തിക്കര അങ്ങനെയുള്ള വ്യക്തിക്ക് നാളെ പരലോകത്ത് വെച്ചിര മാത്രം എന്തേ സ്വർഗമായിത്തിക്കര്. ആ സ്വർഗത്തിൽ അവനക്ക് ഇഷ്ടമുള്ളത്, അവന്റെ മനസ്സിൽ തൃപ്തിയായത്, അവൻ ഒരുക്കം ചൊല്ലൽ അല്ലാഹു കൊടുത്ത അനുഗ്രഹത്തെ നിനക്ക് മയ്യായിട്ടില്ലാത്ത കാരണം എന്തേ ദുനിയാവിൽ ക്ഷമിച്ചവനക്ക് വേണ്ടിയിട്ട് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമായി അവന്റെ എല്ലാ പാപത്തെയും അല്ലാഹു പുറത്തു കൊടുക്കുക. അവർക്ക് ചെറിയ പാപം ഒരു മനുഷ്യരെ സംബന്ധിച്ചോളം എപ്പോഴും അവർക്ക് ബണ്ടലേക്കര് പാപ്പാക്കാത്ത ആരുമില്ല. എല്ലാവരുടെ ജീവിതത്തിലും പാപമുണ്ട്. ആ പാപത്തെ ചെറിയ പാപത്തെ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് പുറത്തു കൊടുക്കുക. അവന് പുറത്തു കൊടുത്തിട്ട് അവനക്ക് അനുഗ്രഹമായ ആ സ്വർഗത്തെ അവനക്ക് കൊടുക്കാൻ ചിലപ്പോൾ വാഗ്ദാനാക്കിയ കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ആക്കണായതെന്തേ യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ തന്നെ വിശ്വാസികളെ വിശ്വസിച്ചങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചോളൂ. നിങ്ങൾ എല്ലാ വിഷയത്തിലും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചോളൂ. എവിടത്തോളം ചെന്നെങ്കിൽ ആധുനിക കാലഘട്ടത്ത് ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം അവന് ജീവിക്കുന്നത് എത്രമാത്രം കഷ്ടപ്പാടും ഈ അവസാന കാലഘട്ടത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം വിശ്വാസം അല്ലാഹുവിൽ അർപ്പിച്ചവനെ സംബന്ധിച്ചോളം ജീവിക്കുക എത്രമാത്രം കഷ്ടമെങ്കിൽ ഒരു ഇടുങ്ങിയ തെരുവ് 4 ഭാഗത്തും മുള്ളെത്തിക്കരു. ആ അടിയിലും മുള്ളും സൈഡിലും മുള്ളും മേലും മുള്ളും. ആ മുള്ളുടെ ഇടയിൽ ഒരു മനുഷ്യൻ എത്രമാത്രം സൂക്ഷ്മതയോട് കൂടിയിട്ട് അപ്പുറത്ത് കടക്കണമോ അത്രമാത്രം കഷ്ടപ്പാടെത്തിക്കരു. ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോ അവന് കാണ്ടതും അവന് പിടിക്കുന്നതും അവന് ചൊല്ലരുതും അവന് ശ്വസിക്കുന്നത് പോലും എല്ലാം ഹറാമിൽ ഒഴുകിയെത്തിക്കരുത്. ആ ഹറാമിനിടയിൽ മുഴുകുമ്പോ ഞങ്ങ എത്രമാത്രം സുരക്ഷിതമായിട്ട് ജീവിക്കുമോ നമുക്ക് ആവോ അവിടെ എത്തിക്കരുത്. ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ അല്ലാഹു ഞങ്ങളുടെ ആ ഉള്ള ഈമാനിനെ ഞങ്ങൾക്ക് പരിശോധിക്കുമോ ടെസ്റ്റാക്കുമോ അവിടെ എത്തിക്കരുത്. കാരണം അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുമോ ഞങ്ങളുടെ ജീവിതത്തെ അല്ലാഹുവിനെ തൃപ്തിയാക്കുക വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിക്കണോ. ഞങ്ങൾക്ക് പരിശ്രമിക്കാം. അല്ലാഹുവിന്റെ ദുആർക്കാം. നാളെ പടച്ചോണോ അവന്റെ മുത്തഖീങ്ങൾക്ക് വെച്ചതായ ആ സ്വർഗ്ഗത്തിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാകാം. വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വിശ്വസിച്ചെങ്കിൽ അല്ലാഹു അവനുള്ള വിശ്വാസം അർപ്പിച്ചെങ്കിൽ
മാത്രമല്ല ആ വിശ്വാസം അർപ്പിച്ചിട്ട് സൽക്കർമാക്കുന്ന വിശ്വാസം കൊണ്ട് മാത്രമായിട്ടില്ല, അവന് സൽക്കർമാക്കണോ. അവന്റെ ജീവിതത്തിൽ അല്ലാഹു റസൂൽ ഏതൈക്ക് പഠിപ്പാട്ടത് ആ സൽക്കർമ്മമാക്കണോ. അവന്റെ ജീവിതത്തിൽ അല്ലാഹു അല്ലാത്തവര് അവന്റെ ജീവിതത്തെ അർപ്പണാക്കുള്ള ശിർക്കോണ്ട് ജീവിതത്തിൽ വറവീറ. എന്ത് വിഷയം ഞാൻ അല്ലാഹു അർപ്പണാക്കാൻ പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് അല്ലാഹു മാത്രം വിഭാഗത്ത് എന്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ അല്ലാഹു അല്ലാത്ത ഒരു രീതിയിൽ ഒരാളെ സഹായം എടുക്കരുത്, പ്രശ്നമേ ഇല്ല. എന്റെ മുത്തു നബി നന്നോട്ട് എന്തിനെ പഠിപ്പാട്ടത് ആ വിഭാഗത്ത് മാത്രമേ ഞാൻ ആക്കരേ. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു രീതിയിൽ വിദഗ്ധ പറയുക ഞാൻ പരിശ്രമിക്കില്ല, ജീവിതത്തിൽ ഞാൻ ആക്കില്ല. അല്ലാഹു റസൂൽ എന്തിനെ പഠിപ്പാട്ടത് ആ സൽക്കർമ്മ മാത്രം ആക്കിയിട്ട് ജീവിക്കണമെങ്കിൽ ഒലിക്യമുള്ളതായ കൊലകളുള്ളതായ ആ സ്വർഗത്തെ ഞാൻ അവനോട് കൊടുക്കാൻ വാഗ്ദാനാക്കിയ എന്ത് സ്വർഗം ആ സ്വർഗത്തിൽ ആരെങ്കിലും പ്രവേശനാക്കിയിട്ടുണ്ടെങ്കിൽ ഒറുക്കോ അതിൽ നിന്ന് പുറത്തു പോകേണ്ട പ്രശ്നമേ ഇല്ല. കാലാകാലം അള്ളാഹുവോട് മനുഷ്യർ വാദാക്കിയിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായി തിക്കര് നേരെ തിക്കര് ഒരു ഇതിലും ഒരു വാഗ്ദാനവും അള്ളാഹു ലംഘിக்கிறവനല്ല, വാഗ്ദാനം ലംഘിக்கிறവൻ മനുഷ്യന്മാർ മാത്രമേ തിക്കര്. അതുകൊണ്ടിട്ട് അള്ളാഹു തെറ്റിക്ക് വേണ്ടിട്ട് ഈ ലോകത്ത് ജീവിച്ചെങ്കിൽ നാളെ സ്വർഗ കിട്ടുന്നെങ്കിൽ അള്ളാഹുടെ വാഗ്ദാനായിട്ടെങ്കിൽ 100 അത് ഉറപ്പായിത്തിക്കര് ആ സ്വർഗത്തിന് വേണ്ടിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ശൈത്താന്റെ ചതിയിൽ പെടാത്ത ശൈത്താന്റെ ഷർറിൽ പെടാത്ത ഞങ്ങളുടെ ജീവിതത്തെ സൂക്ഷിച്ചിട്ട് ചെറിയ കാലമുള്ള ഈ ജീവിതത്തിൽ ഏത് ടൈമിലും മരണം കണ്ടത് ആ മരണം കണ്ടിരിക്കുമെന്നോ ഞങ്ങൾക്ക് അള്ളാഹുടെ നെറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ പരലോകത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ പരലോകത്തെ സുഖത്തിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാകാം, പരിശ്രമിക്കാം, പ്രവർത്തിക്കാം. അല്ലാഹു തൗഫീഖ് നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യസന്ധത ചൊല്ലുന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം അവന്റെ ഏറ്റവും വലിയ ഒരു ബ്രാൻഡായി. മുഅ്മിൻ എപ്പോഴും അവന്റെ ജീവിതത്തിൽ സത്യസന്ധത മാത്രമേ ആക്കേ. കാരണം അവൻ പരലോകത്തെ അള്ളാഹു അവനക്ക് ഒരുക്കി വെച്ചതായ അനുഗ്രഹത്തെ ആഗ്രഹിക്കുന്നവനായത് കൊണ്ടിട്ടും നരകത്തെ പേടിക്കുന്നവനായത് കൊണ്ടിട്ടും അവന്റെ ജീവിതത്തിൽ അള്ളാഹു ഇഷ്ടമില്ലാത്തത് വരവ് ചെയ്താൽ സൂക്ഷ്മമായിട്ട് ജീവിക്കുന്നവനായി. നമ്മൾ ഒരുപാട് ആയത്തുകൾ ഞങ്ങൾ കേൾക്കുക, ഒരുപാട് സ്പീച്ചുകൾ കേൾക്കുക, ഒരുപാട് ക്ലാസ്സുകൾ ഞങ്ങൾ കേൾക്കുക. ഞങ്ങൾ എത്ര കേട്ടെന്നുള്ള വിഷയം ആ കേട്ടത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കവോ അത് അനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കുക. ആ വിഷയം കേട്ടത് ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾക്ക് ഉപകാരമുള്ള ഇൽമൈത്തിക്കുന്നത്. ആ ഇൽമ് എത്ര ഞങ്ങൾ കേട്ട് തിന്നെങ്കും എത്ര മനസ്സിലാക്കി തിന്നെങ്കും ആ ഇൽമ് ആ അറിവ് ഞങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗമുണ്ടില്ലേ, ആ ഇൽമ് പ്രയോജനമുള്ള ഇൽമല്ലാൻ ചൊല്ലും. അതുകൊണ്ട് പ്രയോജനമുള്ള ഇൽമിനെ അറിവിനെ നക്ക് നീ താൻ തീർത്തോ ഞങ്ങളോട് ദുർപ്പാട്ട് അടുത്ത് വേണേക്ക് എത്തിക്കുന്നത് എന്തെങ്കിലും ഒരു ഇൽമ അറിവ് കിട്ടിയെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തനമാക്കണം. അല്ലാത്ത ഒരു കുത്തുബ വന്ന് നാളൂടെ നിന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത നിങ്ങൾ അത് കേട്ടാറ് നിങ്ങൾ പോയാറ് നിങ്ങളുടെ തീർത്ത് നണ്ടത് തീർത്ത് അതല്ല. ആറ് ചൊല്ലുന്ന നല്ല വിഷയം എന്തിനെ ചൊല്ലുന്നതെന്ന് കൈത്തിക്കുന്ന വിഷയം ആ വിഷയം ആ പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു തിന്നെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടുത്തി തിന്നെങ്കിൽ അതൈത്തിക്കൊരു ഹിദായത്തിനെ തരൂ. ആ ഹിദായത്തിന്റെ പേനൈത്തിക്കൊരു ദുആർക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 വക്ത് നിസ്കാരത്തിലും ഇഹ്ദിന സിറാത്തൽ പഠിപ്പാട്ടെ ഹിദായത്തിനെ തെരുത്തു കാട്ട് ബന്ധും ഞങ്ങൾ ഇത്രമാത്രം ശിർക്കാക്കാർക്ക് വിദഗ്ധാക്കാർക്ക് ജീവിക്കുക പരിശ്രമകരായ ഞങ്ങളോട്ടിക്ക് പോലും അള്ളാഹു പഠിപ്പാട്ടിനെ ഹിദായത്തിന് പേരിൽ നിങ്ങൾ കേൾക്കോ ഇതിന് സിറാത്തൽ മുസ്തഖീം നേരായ തെരുവുണ്ട് നീ ആക്കും ചൊല്ലിട്ട് പിന്നെ ദ്വാർക്കർ എന്തരയ്ക്ക്
ഞങ്ങളെപ്പോഴും ഞങ്ങളെ അല്ലാഹു തന്ന ആ അനുഗ്രഹത്തെ എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കുക വേണേറ്റ്. അതുകൊണ്ട് ആ ഫാത്തിഹോദവും എപ്പായും ഒന്നും ഞങ്ങളെ മനസ്സിൽ ഒരു ചിന്തന പറഞ്ഞു ഈ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്തിനു വേണേറ്റ് ഒരു 4 കോണയിൽപ്പെട്ട നിർബന്ധമായിട്ട് ഞങ്ങൾ ചൊല്ലുവാട്ടെ. അതുകൊണ്ട് ആ ഹിദായത്ത് നിലനിർത്തുക വേണേറ്റ് അല്ലാഹു റബ്ബിനെ നമ്മൾ എപ്പോഴും ദുആക്കാം. കേട്ടിയ ഇൽമ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ഉപയോഗമുള്ള ഇൽമുകൾ വേണേറ്റ് നമുക്ക് ദുആക്കാം. നിങ്ങൾ കേട്ടവരാണ് യാർ നിങ്ങളുടെ ജീവിതത്തിൽ പരിശ്രമിക്കുമ്പോൾ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗത്തിൽ അടിമപ്പെട്ടെന്നുള്ള ഒരുപാട് ആൾമാർ ദുആക്ക് വസിയത്താക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാരകമായ രോഗത്തിന് ശമനം കൊടുക്കട്ടെ. അതുപോലെയുള്ള മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിച്ചതായ ഞങ്ങളുടെ രക്ഷിതാക്കന്മാർ ഉമ്മാപ്പമാർ അള്ളാഹു നമുക്ക് ആരോഗ്യം ആഫിയത്തും കൊടുക്കട്ടെ. മരിച്ചു പോയെങ്കിൽ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. സ്വാലിഹ്യങ്ങളായ മക്കളെ തന്നെ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ താത്കാലികമായ ജീവിതം തൊട്ട് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്നത് നമുക്ക് അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. السلام عليكم ورحمه الله وبركاته.